ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി വീഡിയോയുമായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തോട്ടത്തിൽ കുറച്ച് പച്ചക്കറി ഹാർവെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഒരുപാടൊന്നുമില്ല, കുറച്ചുള്ളൂ. എന്നാലും നമ്മൾ അത്യാവശ്യത്തിനൊക്കെ ഉണ്ട്. കുറേ ദിവസമായിട്ട് എനിക്കതൊന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റിയിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ വിട്ടതായിരുന്നു. ഇനി മുതലൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കണം. അപ്പോൾ മഴയൊക്കെ പോയല്ലോ, അപ്പോൾ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഒന്ന് ഞാൻ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ചു പറിക്കണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചരങ്ങ പറിക്കാം കേട്ടോ. ഇതിൻ്റെ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്. ഇത് എനിക്കിങ്ങനെ പടവും മുളച്ചതാണ് കേട്ടോ, ചേമ്പിൻ്റെ നട്ട ചാക്കിൽ. അപ്പോൾ അതിങ്ങനെ ഞാൻ വീട്ടിൻ്റെ മേലെ ഷീറ്റിൻ്റെ മേലൊക്കെ പടത്തി വിട്ടിട്ട് അതിലിപ്പോൾ ഇതാ അന്ന് ചെറുതായപ്പോൾ ഞാനിത് കാണിച്ചിരുന്നു. അത് മൂപ്പായിട്ടുണ്ട്, കുഴപ്പമില്ല, നമുക്കൊരു കറി വെക്കാനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് മേരക്കയാണ്. അതും ഇതേപോലെ മരത്തിൻ്റെ മേലെ ഇങ്ങനെ പടത്തി വിട്ടതാണ്. അപ്പോൾ അത് ഇതേപോലെ തോട്ടിയൊക്കെ വെച്ച് പറിച്ചിട്ടാണ് ഞാൻ പറിക്കൽ. അപ്പോൾ അതും കിട്ടിയിട്ടുണ്ട്. ഒരു നാലഞ്ചെണ്ണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു പപ്പാളി പറിക്കാം. മരം കുറച്ച് ഹൈറ്റിലാണ്, പിന്നെ എന്നാലും കുഴപ്പമില്ല. തോട്ടിയൊക്കെ വെച്ചിട്ട് വലിയ വലിപ്പമൊന്നുമില്ല, കായ് ചെറുതാണ്. കുത്തി ചാടിക്കാം നമുക്ക് ഇതുപോലെ. അതിങ്ങനെ അതിൻ്റെ അടിയിലൊക്കെ കാടാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അത് പെറുക്കിയെടുക്കണം. ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. വലിയ വലിപ്പമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഉപ്പേരി വെക്കാനൊക്കെ മതി. ഇനി ഒരു മത്തന് പറിക്കാതെ അങ്ങനെ പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇതും അതുപോലെ ഉണ്ടായത് തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ വളമിട്ട് സംരക്ഷിച്ച് നിർത്തിയതാണ്. പിന്നെ ഇത് ഇനി ഞാൻ കുറച്ച് തക്കാളിച്ചീരയാണ് കേട്ടോ. തക്കാളിച്ചീര ഞങ്ങൾ പ്രത്യേകിച്ച് നട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ ഉണ്ടാവും. എന്നാലും എവിടെയെങ്കിലും ചാക്കിലൊക്കെ ഞാൻ നിർത്തും. അപ്പോൾ കുറച്ച് അതും പറിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മുരിങ്ങ പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം പറിച്ചെടുത്തു. ഇനി 2 കറിവേപ്പില ഇതുപോലെ തലപ്പ് പൊട്ടിച്ചാൽ പിന്നെ അതിൽ നിന്ന് പുതിയ തളിർപ്പുകളൊക്കെ വന്നോളൂ കേട്ടോ. ഞാനിങ്ങനെ അതിൻ്റെ തല ഇങ്ങനെ പൊട്ടിച്ചെടുക്കലാണ്. ഞാൻ ഗ്രോ ബാഗിൽ വെച്ചതാണ്. നമുക്കൊരാഴ്ചക്ക് അത്യാവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മൾ പിന്നെ ഇറച്ചി മീനൊക്കെ വാങ്ങുമല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് നട്ട് വെച്ചാൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറിയൊക്കെ കഴിക്കാം. വലിയ മെനക്കേടൊന്നും വേണ്ട. അതിന് നടുമ്പോൾ ഒന്ന് നട്ടിട്ട് അതിനെന്തെങ്കിലും കുറച്ച് വളം നമ്മളെ കയ്യിലുള്ളതൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ചീര നമുക്കൊന്ന് ഉപ്പേരി വെക്കാം, ഫ്രഷായിട്ട് തന്നെ. ഇനിയിപ്പോൾ എടുത്ത് വെച്ച് വാടിപ്പോണ്ട. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഇതുപോലെ വെള്ളം വാർക്കാൻ വെക്കുക. എന്നിട്ട് അതൊന്ന് ആഞ്ഞ് പിടിച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതും ഇങ്ങനെ ഇപ്പോൾ ഞാനതിൽ വേറെയും ചീരകളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. തക്കാളി ചീര, മുരിങ്ങയും ഇങ്ങനെ എല്ലാം ചേർത്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ചെറുതായിട്ടൊരു കയ്പ്പുണ്ടാവും ഇതിന്, പക്ഷെ അത് അങ്ങനെ എല്ലാം കൂടെ വെക്കുമ്പോൾ അത് ആ കയ്പ്പൊന്നും അറിയില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമാണല്ലോ. ചിലർക്ക് ഇത് നല്ല ടേസ്റ്റേക്കാരം ഇങ്ങനെ കഴിക്കാനും. അപ്പോൾ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മുരിങ്ങയും കൂടി ഒന്ന് ഊരിയെടുക്കാം.
അതൊക്കെ ഊരി എല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അപ്പോഴേക്ക് ഞാൻ അതിന് ഉള്ളി പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ, ഇവിടെ തണുപ്പായതുകൊണ്ടാട്ടോ ഇങ്ങനെ വെളിച്ചെണ്ണ കട്ടിയായിട്ടുള്ളത്. ഇനി ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഉള്ളി വാടി വരുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടാൽ മതി, കാരണം ചീര ചുങ്ങി പോകുമ്പോൾ കൂടുതലിട്ട് അത് പെട്ടെന്ന് ഉപ്പ് അധികമായി പോവും. ഇനി ഇത് ചീര ഇട്ടിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം, ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. അതിൽ തന്നെ വെള്ളം ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് ഒരു 4 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. 4 മിനിറ്റ് ആയിട്ടുണ്ട്. ചീരയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ നടുവിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കി ഞാൻ കുറച്ച് തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി അത് ഇങ്ങനെ മൂടി വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ 1 മിനിറ്റും കൂടെ മൂടി വെച്ച് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ കേട്ടോ ഒന്ന് മൂടി വെച്ചിട്ട് ഇളക്കി യോജിപ്പിക്കാം. 1 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നല്ല മിക്സ് ചെയ്ത് നമ്മളെ സൂപ്പർ ടേസ്റ്റായ ചീര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് വീഡിയോ? നല്ല ഇഷ്ടമായോ? അപ്പോൾ നമ്മളെ തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ച് ഇതുപോലെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.